എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ വളർന്നു വരുന്നതേ ഉള്ളൂ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു കുഞ്ഞൊരു മോർണിംഗ് വ്ളോഗാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8 പോയിന്റ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നമ്മളെ സ്ത്രീകൾ രാവിലെ നേരത്തെ എണീക്കുവാനായിട്ട് നോക്കുക. എണീറ്റ് ഉടനെ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എണീക്കാൻ നോക്കുക. എണീക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ കുളിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ തരും കേട്ടോ. ഭയങ്കര മടി കൂടാണ്ട് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പണിയെടുക്കാനൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നത്തേത്, രാവിലെ കുറച്ച് സമയം നമുക്കായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് യോഗ, എക്സസൈസ്, ജോഗിങ്, നടത്തം, അങ്ങനത്തെ കുറച്ച് ബോഡി ആയിട്ട് സംബന്ധമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. ഇനി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും കഴിക്കുന്ന ഭക്ഷണം മിതമായ അളവിൽ കഴിക്കാനും ശ്രമിക്കുക കേട്ടോ. കണ്ണിൽ കാണുന്നത് എന്തും വാരി വലിച്ച് കഴിക്കാണ്ട് മിതമായ അളവിൽ കഴിക്കാനായിട്ട് നോക്കുക. കുറേ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്തത്, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സന്തോഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്താണ് സന്തോഷം കിട്ടുന്നത്, ആ പ്രവർത്തനങ്ങളിൽ ജോയിൻ ചെയ്യുക. പിന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ വളർത്തിയെടുക്കുക. ഒറ്റയ്ക്കാണെന്ന് തോന്നലുണ്ടാക്കാത്ത വിധം എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വീട്ടുപണി ചെയ്യാനായിരിക്കും ചിലർക്ക് ഇഷ്ടമുണ്ടാവുക, അത് ചെയ്യുക. അങ്ങനത്തെ സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ അസുഖങ്ങളും കുറേ അധികം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത് പറയുന്നത്, നമ്മൾ എടുക്കേണ്ട സമയത്തിലുള്ള വാക്സിനുകളൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യസമയത്ത് എടുക്കുക. അതുപോലെ മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ കൃത്യസമയത്ത് കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ സമയം തെറ്റി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് തന്നെയാണ് അത് വീക്കാവുന്നത്. അതുകൊണ്ട് സമയത്തിന് മുൻഗണന കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ കുറച്ച് സമയം ഉറങ്ങാനായിട്ട് നോക്കുക. പിന്നെ രാത്രിയിൽ ഉറക്കത്തിനായാലും ശരി, രാവിലത്തെ ഉണർവിനായാലും ശരി, ഒരു ക്രമമായൊരു സമയം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിനായാലും ശരി, മൈൻഡിനായാലും ശരി, കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ധൈര്യത്തെ കൈവിടാതെ അമർത്തി പിടിക്കുക കേട്ടോ. ഇത് ഒരു പരിധി വരെ നമ്മുടെ മാനസിക ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ പല അസുഖങ്ങളും മാറിക്കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും ഹെൽത്തും നമുക്ക് ഒരുപോലെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്കത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യരുത് കേട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ പോലും കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമുക്ക് അതിൻ്റേതായുള്ള പ്രശ്നം ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും കുറേ കഴിയുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. നമ്മുടെ ബ്രെയിൻ അടക്കം അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാരണം അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാനാണെങ്കിൽ പോലും ചെറിയൊരു കാര്യത്തിന് അത് അങ്ങനെ ചെയ്യാം, ഇതിങ്ങനെ ചെയ്താൽ എന്താണ്, ഇനിയിപ്പോൾ വേറെ വഴി കൂടെ ചെയ്താൽ എന്താണ്, അങ്ങനെ പല വഴി കൂടെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഈ ചിന്തിച്ച് കൂട്ടുന്നതെല്ലാം നമ്മുടെ ബ്രെയിനിലാണ്. അപ്പോൾ ഈ ബ്രെയിനത് എഫക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് പല അസുഖങ്ങൾക്കൊക്കെ കാരണമാവും. അതുകൊണ്ട് ഓവർ തിങ്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഞാനിത് 8 പോയിൻറ്റ്സ് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു പോയിൻ്റെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതേപോലെയൊക്കെ തന്നെ ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്കവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. എന്നാലും ചിലർക്കെങ്കിലും അറിയാത്തതുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കെങ്കിലും അതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, വെറുതെ നമ്മുടെ വീട്ടുപണി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, എന്നാലും ഒരു യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻറ് എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ നോക്കുക. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നത് 10-25 വയസ്സുള്ള ആൾക്കാർ, 25 to 34 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് ഇത് കാണുന്നത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ നമ്മുടെ കുറച്ച് മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ സൂത്തൊട്ടിക്ക് അംഗൻവാടി ഉണ്ട്. അപ്പോൾ അംഗൻവാടിയിലോട്ടുള്ള പ്രിപ്പറേഷൻസും പിന്നെ രാവിലെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്ന തിരക്ക്. രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടൻ പണിക്ക് പോവും. രാവിലെ പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ കുടിച്ചിട്ടാണ് ചേട്ടൻ പണിക്ക് പോവുക. ചേട്ടൻ കഴിക്കാത്ത കാരണം ഞാനും അങ്ങനെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ചേട്ടൻ വീട്ടിലുള്ള ദിവസം ചിലപ്പോൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ചേട്ടന് ലേറ്റായിട്ടൊക്കെ പണിക്ക് പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അല്ലാത്ത ദിവസമൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ സൺഡേ ഉണ്ടാക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു സാമ്പാർ, നമ്മുടെ കുമ്പളങ്ങയും സബോളയും തക്കാളിയും ചീനിമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപ്പ് സാമ്പാറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് കോംബോ ആയിട്ട് ഉണക്കമീനാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉണക്കമീൻ വറക്കൽ തന്നെയാണ് കേട്ടോ. സാമ്പാറും ഉണക്കമീനും ഭയങ്കര കോംബോ ആണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്വത്തുട്ടിക്ക് അംഗൻവാടിയിലോട്ട് ഇന്ന് ഉച്ചത്തേക്ക് കൊടുത്തു വിട്ടത് പപ്പടമാണ് കേട്ടോ. എനിക്ക് ഡെയിലി അവൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം. ചിലപ്പോൾ പപ്പടം തന്നെയായിരിക്കും കൊടുത്തു വിടുക, അല്ലെങ്കിൽ മുട്ട കൊത്തിപ്പൊരിച്ചത്, അതല്ലെങ്കിൽ വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും ഞാൻ ഇടയ്ക്ക് ഉച്ചത്തേക്ക് കൊടുത്തൊക്കെ വിടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ തലേദിവസം ഞാൻ തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം വൈകി പുറത്തേക്ക് എടുത്തിടാം കേട്ടോ. വെയിലൊക്കെ വന്നു. സ്വത്തുട്ടിനെ ഞാൻ അംഗൻവാടിയിലോട്ട് കൊണ്ടാക്കി കേട്ടോ. വന്നതിന് ശേഷമാണ് ഞാൻ തോരയിടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ചുമ്മാ ഇരിക്കാൻ തന്നെയാണ് പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം. അപ്പോൾ അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.